ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ അതിർത്തി കടന്ന് ഇവിടെ എത്തി മതം നോക്കി മനുഷ്യരെ കൊല്ലുന്ന ആ ഭീകരവാദത്തിനെതിരെ രാജ്യമൊറ്റക്കെട്ടായി സാക്ഷാൽ പലപ്പോഴും ഈ വളരെ വ്യത്യസ്തമായ ചില സ്റ്റാൻഡുകൾ സ്വീകരിച്ചുകൊണ്ട് ധാരണയിലാണെങ്കിൽ പോലും ചില സംഗതികൾ ഉറക്കെ പറയുന്ന അസദുദ്ദീൻ ഉവൈസി അടക്കമുള്ള ആളുകൾ, പിന്നെ കോൺഗ്രസ് ഒരു മഹത്തായ പാർട്ടിയാണെന്നും അതിൻ്റെ ലെഗസി ഉജ്ജ്വലമാണെന്നും പറഞ്ഞു ചേർന്ന തരൂർ സാർ അടക്കമുള്ളവർ ആ പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് രാജ്യത്തിനു വേണ്ടിയൊക്കെ വിദേശത്തേക്ക് പോയിരിക്കുന്ന വളരെ മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന വേളയിൽ താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു സഹോദരി ഇട്ട ഒരു കുറിപ്പും ചിത്രങ്ങളും കണ്ടിട്ട് ശേഷം ബാക്കി പറയാനുള്ളതിലേക്ക് പോകാം. ഇത് ഗാസയോ സിറിയയോ അല്ല, നമ്മുടെ ഇന്ത്യയുടെ ചിത്രമാണ്. 56 ഇഞ്ച് ഭരിക്കുന്ന ഇന്ത്യയുടെ ചിത്രം. ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിലെ അൽ ഹദ്ദാദ്പൂർ ഗ്രാമത്തിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും മനസ്സുകൾ മരവിപ്പിക്കുന്നതുമായ ചിത്രം. അർബാസ്, അഖിൽ, ഖദീം, ദിലാവർ ഗവൺമെൻറ് അംഗീകൃത രസീതുള്ള 4 മാംസ വ്യാപാരികൾ ഇക്കഴിഞ്ഞ മെയ് 24-ന് ബീഫ് കൊണ്ടുപോയി എന്ന സംശയത്തിൽ 4 മാംസ വിൽപ്പനക്കാരെ ഹിന്ദുത്വ സേന മാരകായുധങ്ങൾ കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നു. തങ്ങളുടെ ജീവന് വേണ്ടി കേണപേക്ഷിച്ച് വ്യാപാരികൾ വീണ്ടും വീണ്ടും മാംസത്തിൻ്റെ അംഗീകൃത രസീതുകൾ കാണിക്കുന്നു. പക്ഷേ ജനക്കൂട്ടം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരെ മിതപ്രായരാക്കിയതിനു ശേഷം അവർ സഞ്ചരിച്ചിരുന്ന മിനി ട്രക്ക് കത്തിക്കുകയും ചെയ്തു. ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് കൊല്ലപ്പെട്ടവരുടെ കേസുകളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കൊല്ലപ്പെട്ടവർ, തല്ലിച്ചതയ്ക്കപ്പെട്ടവർ, വീടുകൾ നശിപ്പിക്കപ്പെട്ടവർ, അവർ മനുഷ്യരല്ലേ, ഇന്ത്യയുടെ മക്കളല്ലേ? അലിഗഡിൽ ഈ സംഭവിച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സ്റ്റേറ്റ് സ്പോൺസേഡ് അക്രമങ്ങളുടെ തുടർച്ചയാണ്. ഒരു സംസ്ഥാന നയമായി മാറിയിരിക്കുന്നു. BJPയുമായി അടുപ്പമുള്ള ഘടകങ്ങളും തീവ്ര ഗ്രൂപ്പുകളും മുസ്ലിങ്ങളെ മർദ്ദിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ വർഗീയവൽക്കരിച്ച് നിക്ഷിപ്ത താൽപ്പര്യമുള്ള BJP അനുകൂല സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്നതിന് നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ 3ാമത്തെ വലിയ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യയെ ഉയർത്തിയ അദാനി വിൽമർ ലിമിറ്റഡ്, രാംദേവ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെ പ്രമുഖ കോർപ്പറേറ്റുകളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ കൈക്കൂലിയും കൈപ്പറ്റി അധികാരത്തിൽ അഭിരമിക്കുന്ന BJPക്ക് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം ഓടുന്ന സാധാരണക്കാരെ ഹിന്ദുത്വ തീവ്രവാദികൾ പശുവിൻ്റെ പേരിൽ കൊന്നാലും കൊന്നു തിന്നാലും ഒരനക്കവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അവരുടെ ചിത്രവും കൂടി വെച്ചാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താര ടോജോ അലക്സ് എഴുതിയതാണ്, ഒരുപാട് മാധ്യമങ്ങളിൽ വന്നതുമാണ്. അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയുമല്ല, ഇത് നടക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ അതിർത്തി കടന്ന് പാകിസ്ഥാൻ വന്ന് ജാതി നോക്കി ഭീകരവാദികളായി നമ്മളെ കൊല്ലുന്നതിനെ പ്രതിരോധിക്കാനാണ് ഈ സംഘങ്ങളെല്ലാം പോയിരിക്കുന്നത്. ഈ സംഘങ്ങളെയൊക്കെ അയച്ചത് പ്രധാനമന്ത്രിയാണ്, രാജ്യമാണ്, രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ്. അവർക്കെതിരെ എന്തു പറയുന്നതും രാജ്യവിരുദ്ധമാണ്. അവരെ വിട്ടതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ ഈ പറഞ്ഞ തരൂരിൻ്റെ പേര് കൊടുക്കാത്തതിൻ്റെ പേരിൽ വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ള വാർത്തകൾ പോലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പുറത്തു പോയി പറഞ്ഞിട്ട് വന്ന് ഈ രാജ്യത്തിനകത്ത് ജാതി നോക്കി കൊല്ലുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് ഒരു സംയുക്ത പ്രസ്താവനയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഇരുന്ന് ഒന്ന് പറയുകയോ ചെയ്യുമോ? നിങ്ങൾ പോയതിൻ്റെ ഒരു ബ്രീഫിംഗ് നടത്തണമല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പോയ 9 11 സംഘങ്ങളും ഒരുമിച്ച്, അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 10 പേർ മുസ്ലിങ്ങൾ MP-മാരുണ്ടെന്നാണ് തോന്നുന്നത്. അവരൊക്കെ ആവേശപൂർവ്വം രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്ത് നിൽക്കുന്നവരുമാണ്, അങ്ങനെ വേണ്ടവരുമാണ്. പക്ഷെ അവരെല്ലാം കൂടി തിരിച്ചു വന്നിട്ട് ഇതുകൂടി ഒന്ന് പറയണ്ടേ? രാജ്യത്തിന് പുറത്തു നിന്ന് വന്ന് മതം നോക്കി ആക്രമിക്കുന്നത് പോലെ ഈ രാജ്യത്തിനകത്ത് മതം നോക്കി ആക്രമിക്കുന്നതിന് ഒരു നിയമം വേണ്ടേ? ഒരു നീതി വേണ്ടേ? അതുകൂടി പരിഗണിക്കേണ്ടതല്ലേ?